ജാസി എന്തിനാണ് ജാസി ആഷിയെ പിടിച്ചു വച്ചിരിക്കുന്നത്? കുറച്ച് കഴിഞ്ഞപ്പം ജാസി ചോദിക്കുന്നുണ്ട്, ആ ഉമ്മക്ക് പരിചയമുള്ള ആളായിരിക്കാം, ഉമ്മ എന്തെങ്കിലും കാര്യങ്ങൾ നന്ദിനിയുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കാം. ആഷിയെ ജാസി അടിമയാക്കി നിർത്തിയിരിക്കുകയാണ്. തല്ലല്ലേ എന്ന് പറയുന്നുണ്ട്. ആഷിയുടെ ഉമ്മയോട് ജാസി സംസാരിക്കുകയാണ്. ഫോൺ വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഇടുകയോ ആണ്. അതിനിടയ്ക്ക് ആഷിയെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുമ്പം ആഷി പറയുന്നുണ്ട്, തല്ലല്ലേ തല്ലല്ലേ എന്ന്. ആസി ട്രാൻസ്ജെൻഡർ ആണ്, പെണ്ണാണ് എന്നും പറഞ്ഞ് സാരി ചുറ്റിയിട്ട് നടക്കുകയാണ്. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറയുന്നത് പോലെ ജാസി ആണൊരുമ്പെട്ടിരിക്കുകയാണ്. അവൻ ആണ് തന്നെയാണ്. അവൻ സർജറി ഒന്നും ചെയ്ത് പുരുഷന്റെ രൂപം മാറ്റി സ്ത്രീ ആയിട്ടൊന്നുമില്ല. ഇനി എങ്ങനെയൊക്കെ സർജറി ചെയ്ത് രൂപം മാറ്റിയെടുത്താലും അവന് പുരുഷന്റെ കരുത്തൊക്കെ തന്നെയല്ലേ ഉണ്ടാകുക. 25 വയസ്സ് വരെ പുരുഷനായിട്ട് ജീവിച്ചവൻ 25 വയസ്സിന് ശേഷം ഞാൻ പെണ്ണാണ്, എൻ്റെ ശരീരത്തിൽ പെണ്ണിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് എന്നും പറഞ്ഞിട്ട് നിന്നാല് ജാസി പെണ്ണാകുമോ? ജാസി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജാസി പെണ്ണാണെങ്കിൽ ജാസിക്ക് ആർത്തവം വരാറുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ജാസി പെണ്ണാണോന്ന്. നാണുണ്ടോ നിനക്കൊക്കെ? പെണ്ണാണെന്നും പറഞ്ഞ് ഓരോ ഇൻ്റർവ്യൂവും കൊടുത്ത് ജാസിനെ UAE ഓടിച്ചു വിട്ടതാണ്. അവനെ ആണായാൽ മാത്രമേ ഉള്ളൂ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ആണെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് പോകണം. അതവിടെ സ്വീകരിക്കുന്ന തോന്നില്ല. ഉള്ളവരെ തന്നെ നോക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ്റിനോ സാമൂഹ്യ പ്രവർത്തകർക്കോ സമയവും ഇല്ല, പറ്റുന്നുമില്ല. പിന്നെ എങ്ങനെയാണ് പുറമേ നിന്ന് വരുന്നവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ട്രാൻസ്ജെൻഡർ എന്നും പറഞ്ഞിട്ട് കൊട്ടാരക്കരയിൽ പോലീസിനെ വരെ അടിച്ചിട്ടില്ലേ? അടിച്ച പോലീസുകാർ വരെ ആശുപത്രിയിലായില്ലേ? അവർ സമരം ചെയ്തു. അപ്പോൾ ആണ് പെണ്ണായാലേ പെണ്ണിൻ്റെ കരുത്തല്ല, ശക്തിയല്ല ആണിൻ്റെ ശക്തിയാണ് ആ പെണ്ണിനുള്ളത്. എങ്ങനെ? ഫിസിക്കലി അയാൾ ഇപ്പോഴും ആണ് തന്നെയാണ്. പിന്നെ ഒരു വേഷം കെട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ജാസി അതുപോലെ ഒരു ഇഷ്ടത്തിന് വേഷം കെട്ടിയതാണ്. ജാസി ഡാൻസ് കളിക്കുമ്പം ജാസിൻ്റെ മുമ്പിൽ ഒരാൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അത് ഞാൻ പറയേണ്ട തന്നെ, എല്ലാവർക്കും ഇത് കേട്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ഞാൻ വിചാരിക്കണം, ഈ ആണിന് പെണ്ണായിട്ട് നടക്കണമെന്ന് തോന്നിയിട്ട് ലക്ഷങ്ങൾ മുടക്കി സർജറി ചെയ്ത് അവർ പെണ്ണാണെന്നും പറഞ്ഞ് നടക്കുന്നു. പെണ്ണായി മാറിയ ആണിൽ നിന്നും ആണായി മാറിയ പെണ്ണിൽ നിന്നും അങ്ങനെ ഒരു കുട്ടി ജനിച്ചു. അപ്പോൾ അവർക്കിനി സർട്ടിഫിക്കറ്റിലെ മാതാപിതാക്കൾ എന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ഒരു നിയമവും കൊണ്ടുവന്നു. അത് അവർക്ക് ഉപകരിക്കപ്പെട്ടു. അതുപോലുള്ളവർക്ക് ഉപകരിക്കപ്പെടും, ഇല്ല എന്നല്ല. അപ്പോൾ അവിടെയും മനസ്സിലായില്ലേ, പെണ്ണ് ആണായിട്ട് വേഷിട്ട് നടക്കുകയായിരുന്നു. സർജറി ചെയ്ത് ലക്ഷങ്ങളൊന്നും മുടക്കിയിട്ടില്ല. ആണ് പെണ്ണായിട്ടും പെണ്ണാണായിട്ടും നിന്നു. ഇങ്ങനെയും കുറേ മനുഷ്യര് ഇവിടെ ജീവിച്ചു മരിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കണം, ശരിയാണ്. അവർ ട്രാൻസ്ജെൻഡർ എന്ന പേര് അവർ ജനിച്ച് വർഷങ്ങൾക്ക് ശേഷം അവരായിട്ട് സ്വീകരിക്കുന്നതാണ്. ഒരു മകനോ ഒരു മകളോ ജനിച്ചു കഴിഞ്ഞാൽ അത് മകനായും മകളായും തന്നെ വളർന്നു വരുന്നതല്ലേ നല്ലത്. വളർന്ന് വലുതായതിന് ശേഷം ഞാൻ ആണാണെന്നും പറഞ്ഞ് പെണ്ണ് നടക്കുന്നു, പെണ്ണ് പറയുന്നു ഞാൻ ആണാണെന്ന്. ജാസി ഒരു കല്യാണമൊക്കെ കഴിച്ച ആളാണ്, ആണായിരുന്ന സമയത്ത്. ഇപ്പോഴും ആണ് തന്നെയാണ്. ഇപ്പോൾ സാരിയും ബ്ലൗസും ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വല്ല ചിരട്ടയോ വല്ല റബ്ബർ പന്തോ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും പെണ്ണാണെന്നുള്ളതിന് സാരി തെറ്റാൻ വേണ്ടിയിട്ട്. അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അവനെൻ്റെ കൂടെ നടക്കുന്ന ആഷീനെ പറഞ്ഞാൽ മതി. അതായത് ബിഗ് ബോസിൽ പോകാനുള്ള ഒരു യോഗ്യത നേടട്ടെ,
ജാസി. അങ്ങനെ ജാസി ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ആഷി രക്ഷപ്പെട്ടു. കാരണം ആഷിക്ക് ആഷിയുടെ ഉമ്മേനെ കാണാൻ പോവുകയും ആഷിക്ക് ഒരു വിവാഹ ജീവിതം നയിക്കുകയും ചെയ്യും. അതിനുശേഷം ജാസി പോയി വന്നിട്ട് എന്ത് ചെയ്യുന്നൊന്നും നോക്കാമല്ലോ. അല്ലാതെയും ഇങ്ങനെ ആഷിൻ്റെ ഉമ്മാനെ ഫോണിൽ വിളിച്ചിട്ട് കുണ്ടന് നിങ്ങളെ വേറെ 2 എണ്ണം കൂടി ഇട്ടല്ലോ ആടെ, ഓലെ വിളിച്ചോളി കൊണ്ടാന്ന്, അല്ലെങ്കിൽ ഓലെ മക്കളെ വിളിച്ചോളി. നിങ്ങൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം.